ഞാൻ പറഞ്ഞു എനിക്ക് ഒരു പാർട്ടി ഇഷ്ടമില്ല, വിജയ ഇഷ്ടമാണ്. എന്നാൽ പീസ് ഒരു പൂഞ്ഞാർ അങ്ങനെ ആരാന്ന് വെള്ളിക്കുഞ്ഞ കുടുംബം ഒരു 5 പൈസ അവരും കൈയിട്ട് വാരിയിടാം. ടൈറ്റ് മത്സരം അല്ല, പിന്നെ ഇത്രയും ഇതായോണ്ടേ ത്രികോണ മത്സരമല്ലേ നടക്കുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ആരാണോ ചെയ്യാൻ മനസ്സുള്ളത് അങ്ങനെയുള്ളവർ ജയിക്കണം. ഇപ്പോൾ ഉള്ളതിൽ നിന്ന് ഒത്തിരി മാറ്റങ്ങൾ വരുത്താനുണ്ട്. ആ മാറ്റങ്ങൾ വരുത്തി കൈകാര്യം ചെയ്യുന്ന ആരാണോ അവര് നാടിന് നല്ലതായിരിക്കും. UDF സ്ഥാനാർത്ഥിയും അല്ലെങ്കിൽ നമ്മുടെ മറ്റേ BJPയുടെ ആളോ, ഇവർ രണ്ടുപേരിലെ വരാൻ സാധ്യതയുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ ത്രികോണ മത്സരം എന്ന് പുറമേക്ക് തോന്നുമെങ്കിലും ഉറപ്പായിട്ടും പൂഞ്ഞാറ്റിൽ ഇക്കുറി UDF വിജയം കൈവരിക്കും. ഇവിടെ പൂഞ്ഞാർ മണ്ഡലത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ LDF ആണ് ജയിക്കേണ്ടത്. നമസ്കാരം. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ആവേശത്തിലാണ്. തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ 3 മുന്നണികളും കട്ടയ്ക്കാണ് നിൽക്കുന്നത്. ശക്തമായ ത്രികോണ മത്സരമാണ് പൂഞ്ഞാർ മണ്ഡലത്തിൽ അരങ്ങേറുന്നത്. നിലവിലെ MLA ആയ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കലാണ് LDF സ്ഥാനാർത്ഥി. UDF സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ MJയും മുൻ MLA കൂടിയായ PC ജോർജാണ് NDA സ്ഥാനാർത്ഥി. ഈ 3 സ്ഥാനാർത്ഥികളും കട്ടയ്ക്കാണ് മുന്നേറുന്നത്. ശക്തമായ മത്സരമാണ്. ആര് ജയിക്കുമെന്ന് പറയാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ആവേശകരമായ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെയാണ് നടത്തുന്നതെന്നാണ് നാട്ടുകാർ പറഞ്ഞത്. ഏതായാലും നമുക്ക് ഈ പൂഞ്ഞാർ മണ്ഡലത്തിലെ വോട്ടർമാരോട് തന്നെ ചോദിച്ചു നോക്കാം, ആരാണ് വിജയിക്കുക എന്ന് നമുക്ക് ഈ വോട്ടർമാരോട് തന്നെ ചോദിക്കാം. പൂഞ്ഞാറിന്റെ വികസനം, ഈ നാടിന്റെ വികസനം പോലും PC ജോർജാണ് ML. പക്ഷെ PC ജോർജിന്റെ വായി 1-2 പിഴവാക്ക് വന്നു. അതുകൊണ്ട് അങ്ങനെ കൊണ്ടുവരുന്നു പറഞ്ഞാൽ അങ്ങനെ പോലെ പറ്റിക്കാതെ കൈവിട്ട് വരാത്ത ഒരൊറ്റ ഈ നിയമസഭയിലില്ല. ഇവനെ പോലെ എന്നിട്ട് എന്നാ പറയാം, എല്ലാം കുറ്റമല്ല പറഞ്ഞു എല്ലാവരും. പക്ഷെ അങ്ങനെ എന്തും ആയിക്കോട്ടെ, അങ്ങനെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചു, ഒരു വാക്ക് സംഭവിച്ചു, അതും കാണുന്നില്ല. അങ്ങനെ പാർട്ടി അപ്പം അങ്ങനെ ഇപ്പോൾ ഒരു ഞാൻ പറഞ്ഞു എനിക്ക് ഒരു പാർട്ടി ഇഷ്ടമില്ല, വിജയ ഇഷ്ടമാണ്. വിജയന് ഇഷ്ടമാണ്. ഏത് പാർട്ടിയാണ് നന്നായി, ഏതവിടെ നന്ന്, ആരവിടെ നന്മ ഉണ്ടാക്കുന്നത്? എനിക്ക് 91 വയസ്സുണ്ട്. ഞാൻ ഇന്നലെ ഉണ്ടായ പാർട്ടിക്കാരൊന്നുമല്ല. 91 വയസ്സുള്ള ഞാനിതെല്ലാം കണ്ടും കേട്ടും വരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് ഒരു പാർട്ടിയോടും വലിയ താല്പര്യമില്ല, ഒരു പാർട്ടിയോടും വലിയ വിശ്വാസമില്ല. എല്ലാവരും കൈവിട്ട് പാടും. അതുകൊണ്ട് എന്നാൽ PC ഒരു പൂഞ്ഞാർ അങ്ങനെ ആരാന്ന് വെള്ളിക്കുഞ്ഞ കുടുംബം ഒരു 5 പൈസ അവരും കൈയിട്ട് വാരിയിടാം. എടുത്തു പറഞ്ഞാൽ അങ്ങനെ നേരം പുഴുത്ത തെറിയെ വിളിക്കുക. കിഴക്കൻ മേഖലയ്ക്ക് എന്താണ് ആവശ്യം? മുക്കൂട്ടുതറ മേഖലയ്ക്കൊക്കെ അത് PC ജോർജ് വന്നു കഴിഞ്ഞാൽ പറയാം എന്തായിരിക്കും ആവശ്യം. അങ്ങനെ വന്നാൽ പറയും. നിലവിലൊന്നും ചെയ്തിട്ടില്ല. നിലവിലൊന്നും ചെയ്തിട്ടില്ലല്ലോ. എന്നാ ചെയ്തൊക്കെ അവിടെ പാലാ കണ്ടോ? നിങ്ങളിവിടെ എരുമേലി വന്നിട്ടോ? നിങ്ങൾ എരുമേലിയെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയും. എരുമേലിക്ക് എന്നാണ് വികസനം വീർപ്പിക്കുന്ന വിമാരെ വീർപ്പിക്കുന്നില്ല. വിമാരെ കൊണ്ട് എന്നത്തിന് കൊള്ളാം. ഇത് ഇങ്ങനെ തന്നെ പറയണം കേട്ടോ. വിമാരെ കൊണ്ട് ബലൂൺ വീർപ്പിക്കുന്നില്ല, ഊതി വീർപ്പിക്കാനല്ല. വിമാരെ കൊണ്ട് എന്നത്തിന് കൊള്ളാം. അതൊരു പാലാ കണ്ടോ? അത് ഈ കേരളമല്ലേ ആണല്ലോ. ഇവിടെ ഉണ്ട്, ഇത് കേരളമല്ലേ. ഇവിടെ എന്തുകൊണ്ട് എന്താ ഞങ്ങൾ ഇവിടെ കർണാടകക്കാരാണ്, ഇവിടെ തോരമ്പാറക്കാരാണ്. കുടിവെള്ളത്തിന് ഞങ്ങൾ ഇന്ന് ഓടി നടക്കുക. എത്ര വർഷമായി വഴിയില്ല, വീടില്ല, സൗകര്യം ഒന്നുമില്ല. എന്താ ഇവിടെ ഭരിക്കുന്ന ഈ പാർട്ടിക്കാരല്ലേ? എന്തുകൊണ്ട് ഇത് കിട്ടുന്നില്ല? ഇതൊക്കെ PC ജോർജിനെ പോലെ നിന്ന് പറയേണ്ട ഭാഷയാണ്. പിന്നെ ഞാനത് പറയുന്നില്ല. അതുകൊണ്ട് സമയത്ത് പോട്ടെ. തെരഞ്ഞെടുപ്പിന്റെ ആവേശം ഉണ്ടോ ഇവിടെ? പിന്നെ തീർച്ചയായിട്ടും ആവേശമൊക്കെ ഉണ്ട്. നല്ല 3 മുന്നണികളും എങ്ങനെയാ? അവര് കട്ടയ്ക്ക് ഇരിക്കുന്നു. എല്ലാവർക്കും ഒരു ചാൻസുകളുണ്ട്. എല്ലാവരും അങ്ങനെയാണല്ലോ പറയുന്നത്. കുഴപ്പമില്ല, ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പഴയ MLA PC ജോർജ് എങ്ങനെയുണ്ട്? അദ്ദേഹത്തെ തള്ളിക്കളയാനും പറ്റത്തില്ല. പുതിയ UDFന്റെ ഒരു സ്ഥാനാർത്ഥി വന്നിട്ട് പുള്ളിയെ തള്ളിക്കളയാൻ പറ്റത്തില്ല. പിന്നെ സെബാസ്റ്റ്യൻ കുളത്തിങ്കല് അയാൾ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ചും മോശമായിട്ടൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഈ വണ്ടിയിലിരിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് പറയുന്നത് നമുക്ക് വണ്ടിയെക്കുറിച്ച് ഇലക്ഷനെ കുറിച്ച് പറയുന്ന അറിയാം. ടൈറ്റ് മത്സരം അല്ല, പിന്നെ ഇത്രയും ഇതായോണ്ടേ ത്രികോണ മത്സരമല്ലേ നടക്കുന്നത്. നമ്മൾ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ നല്ലൊരു പ്രകടനമൊക്കെ ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഓരോ കാര്യങ്ങൾ ചെയ്യുമെന്ന് പറയും. അവസാനം ഈ വോട്ടെല്ലാം കഴിയുമ്പോൾ അതിന് ശേഷം ആൾക്കാരെ കാണാൻ പറ്റുകയില്ല. അപ്പോൾ നമുക്ക് എന്താണോ നാടിന് ആവശ്യമുള്ളത് അതിനനുസരിച്ച് നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ആരാണോ ചെയ്യാൻ മനസ്സുള്ളത് അങ്ങനെയുള്ളവർ ജയിക്കണം, ഭരണത്തിൽ വരണം. അതാരാണെങ്കിലും പാർട്ടി നോക്കാറില്ലെന്നല്ല, ഇപ്പം നാടിന് ആവശ്യമുള്ളവരുണ്ട്, അത് പാർട്ടി നോക്കിയിട്ടില്ല. നമ്മുടെ നാടിന് എന്താണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് വോട്ട് ചെയ്യാൻ, നാടിൻ്റെ വികസനത്തിന് ആരാണോ മുന്നിട്ട് നിൽക്കുന്നത് അവർ ജയിക്കണമെന്നാണ്. അങ്ങനെയുള്ള സ്ഥാനാർത്ഥി പൂഞ്ഞാർ മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ട് ആരെങ്കിലും നിങ്ങളുടെ കാഴ്ചപ്പാടിൽ?
നമ്മൾ അറിയുന്ന പോലെയല്ലല്ലോ, ഓരോരുത്തർ ഭരണത്തിൽ വന്നതിന് ശേഷം മാത്രമേ അറിയാമോ. ഇതിനു മുമ്പ് വന്നവരാണെങ്കിൽ പോലും ചെയ്യാവുന്ന വോട്ടിന് മുമ്പ് ഓരോ കാര്യങ്ങൾ, ഓരോ വാഗ്ദാനങ്ങൾ നൽകും. അതിനുശേഷം പിന്നെ അവരെ ഒന്നും കാണാൻ പോലും കിട്ടുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭരണത്തിൽ വരുന്നതിനെക്കാട്ടിലും നല്ലത് എന്തെങ്കിലും ഇപ്പം ഓരോരുത്തർക്കും പറഞ്ഞുകൊണ്ട് നടക്കാൻ ഒരുപാട് കാര്യങ്ങൾ പറ്റും, പക്ഷേ പറയുന്ന കാര്യങ്ങൾ പ്രവൃത്തിയിൽ വന്നാൽ മാത്രമേ അത് ശരിയാവുള്ളൂ. ഇപ്പോൾ ഉള്ളതിൽ നിന്ന് ഒത്തിരി മാറ്റങ്ങൾ വരുത്താനുണ്ട്. ആ മാറ്റങ്ങൾ വരുത്തി കൈകാര്യം ചെയ്യുന്ന ആരാണോ അവര് നാടിന് നല്ലതായിരിക്കും. മാറ്റങ്ങൾ വരുത്തണം, ഒത്തിരി മാറ്റം വരുത്താനുണ്ട്. സ്ഥലം ഭർത്താനം പൂഞ്ഞാർ നിയോജകമണ്ഡലം. വികസനങ്ങളൊക്കെ വികസനം ഇനിയും വികസിക്കാനുണ്ട്. ഉണ്ട്, എല്ലാം വികസിച്ചെന്ന് ഉണ്ട്. അതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അതാരായിരിക്കും എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. അത് എല്ലാവർക്കും അറിയാമല്ലോ ആരായിരിക്കും നല്ലതായിട്ട് ഇത് ചെയ്യുന്ന ആളെന്ന്. അപ്പോൾ അവരത് തിരഞ്ഞെടുക്കട്ടെ. പക്ഷെ മാറ്റങ്ങൾ വരുത്തണം, മാറ്റം വരണം. ഇപ്പോഴുള്ളതിൽ നിന്ന് മാറ്റം വരണം, തീർച്ചയായിട്ടും വരണം. ഞാൻ പറയാം, തുടർഭരണം വേണ്ട, കോൺഗ്രസ് ജയിക്കണം. കഴിഞ്ഞ സ്ഥാനം 3-ാം സ്ഥാനം വരുന്നത്, ഇത്തവണ 1-ാം സ്ഥാനത്ത് 1-ാം സ്ഥാനത്ത് എത്തണം. കാരണം ഞങ്ങൾ നിർമ്മാണ തൊഴിലാളിയുടെ ഒരാളായിരുന്നു. ഞങ്ങൾക്ക് പെൻഷൻ കിട്ടിയിട്ട് 19 മാസമായി. പിന്നെ ഇമാർ ഇനി എന്ന് തരാൻ നമുക്ക്? 19 മാസം ഞങ്ങൾക്ക് പെൻഷൻ കിട്ടിയിട്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ അറിഞ്ഞിട്ട് വേണം ഭാരതീയ പെൻഷനും ഒക്കെ 60 വയസ്സ് കഴിഞ്ഞതിൻ്റെ. അതുകൊണ്ട് ഭരണം മാറണം. PC ജോർജ് നല്ല ആളാണ്. അത് BJP ആളാണ്. പിന്നെ പോയിട്ട് മറ്റേ വക്കീൽ രണ്ടുപേരും അഡ്വക്കേറ്റാണ്. പിന്നെ കുറത്തെങ്കിലും ഗുണമില്ല. ഇതിൽ രണ്ടുപേരിൽ ആരെങ്കിലും വരും. സെബാസ്റ്റ്യൻ MJ UDF സ്ഥാനാർത്ഥി എങ്ങനെയുണ്ട്? UDF സ്ഥാനാർത്ഥിയും അല്ലെങ്കിൽ നമ്മുടെ മറ്റേ BJP ആള്. ഇവർ രണ്ടുപേരിലെ വരാൻ സാധ്യതയുള്ളൂ. എൻ്റെ പാർട്ടി വരിക. ഞാൻ തിരികോട് മനസ്സിലാകാൻ അറിയത്തില്ല, ഒന്നും പറയാൻ പറ്റില്ല. PC ജോർജ് രാഷ്ട്രീയ ഭാഗ്യാന്വേഷിയാണെന്ന് പറയേണ്ടി വരും. അദ്ദേഹം ആദ്യം കേരള കോൺഗ്രസിൽ നിന്ന് MLA ആയി. പിന്നീട് സെക്യുലർ എന്ന് പറയുന്നൊരു പാർട്ടി ഉണ്ടാക്കി. അതിനുശേഷം ജനപക്ഷം രൂപീകരിച്ചു. ഹൈന്ദവ സഹോദരങ്ങളെ ഏറ്റവും കൂടുതൽ ആക്ഷേപിച്ച് സംസാരിച്ചിട്ടുള്ള ഇദ്ദേഹം ഇപ്പോൾ ഏറ്റവും അവസാനം BJPയിൽ ചെന്ന് കൂടിയിരിക്കുകയാണ്. രാഷ്ട്രീയമായിട്ട് സത്യസന്ധതയോ വിശ്വാസ്യതയോ ഇല്ലാത്ത ഒരാളാണ് ഈ സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണ പൂഞ്ഞാറ്റിലെ പ്രബുദ്ധരായ വോട്ടർമാർ അദ്ദേഹത്തിന് അർഹിക്കുന്ന മറുപടി നൽകിയതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാർ എന്ന അസംബ്ലി നിയോജക മണ്ഡലത്തിൻ്റെ പഴക്കവും പാരമ്പര്യവും വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ കൂടുതൽ കാലം ജനാധിപത്യ ചേരിയിലുള്ള സ്ഥാനാർത്ഥികൾ മാത്രമേ തിരഞ്ഞെടുക്കപ്പെട്ടുള്ളൂ. ഈ തവണ ഈ സെബാസ്റ്റ്യൻ MJ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ഈ പ്രദേശവാസിയാണെന്ന് മാത്രമല്ല, ചെറുപ്പക്കാരനാണ്, ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളാണ്, വ്യക്തമായ വികസന കാഴ്ചപ്പാടുള്ള ആളാണ്. നിലവിലെ സാഹചര്യത്തിൽ ത്രികോണ മത്സരം എന്ന് പുറമേക്ക് തോന്നുമെങ്കിലും ഉറപ്പായിട്ടും പൂഞ്ഞാറ്റിൽ ഇക്കുറി UDF വിജയം കൈവരിക്കും. ഇവിടെ തെളിമ്പ് അതിനെപ്പറ്റി പറയത്തില്ല കേട്ടോ. പിന്നെ 2 സ്ഥാനാർത്ഥികളുണ്ടല്ലോ, UDFൻ്റെ LDFൻ്റെ. അവർ മോശക്കാരല്ല. പിന്നെ UDF സ്ഥാനാർത്ഥി മണ്ഡലത്തിന് പുറത്തുനിന്നുള്ളതായതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇത്തവണ പിടിക്കും UDF. നിലവിലെ MLA എങ്ങനെയുണ്ട്? MLAയുടെ കാര്യത്തിൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. UDF ഇപ്രാവശ്യം PC ജോർജ് ഇവിടെ കുറെ വർഷമായിട്ട് MLA ആയിട്ടിരുന്ന ആളല്ലേ? UDF ജയിക്കാൻ സാധ്യത. എല്ലാവരും ഇടയ്ക്ക് നിൽക്കുന്നു. UDF LDF ഇങ്ങനെ ഓരോ ദിവസവും ഓരോരുത്തർക്ക് മുൻതൂക്കം. പിന്നെ ദിവസങ്ങളൊന്നും ആയില്ല. നിങ്ങൾ ഇച്ചിരി നേരത്തെ സർവേക്ക് ഇറങ്ങിയത്. UDF സ്ഥാനാർത്ഥി ഇവിടെ ആയി വരുന്നതേ ഉള്ളൂ. ആയിട്ടുണ്ടെന്ന് പറഞ്ഞാലും പ്രചരണമൊക്കെ തുടങ്ങി വരുന്നതേ ഉള്ളൂ. റിസൾട്ടൊന്നും പറയാറായില്ല. UDFന് കിട്ടാനും എല്ലാ സാധ്യതയുണ്ട്. ഭരണം ആണ് LDFൻ്റെ ആണല്ലോ. അപ്പം ഇത്തവണ അവർ തുടർഭരണം ഉണ്ടാവുമോ? ഞാൻ ഈ മണ്ഡലത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ കേരളം മൊത്തം നിങ്ങൾ നടക്കുന്ന പോലെ ഞാൻ നടക്കുന്നില്ലല്ലോ. നമുക്ക് നമ്മുടെ മണ്ഡലത്തിൻ്റെ കാര്യം അപ്പം UDFന് കിട്ടാം. 10 കൊല്ലമായില്ലേ. എങ്ങനെ മാറി മാറി വരിക്കട്ടെ. എങ്ങനെയുണ്ട്? ഇവിടെ പൂഞ്ഞാർ മണ്ഡലത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ LDF ആണ് ജയിക്കേണ്ടത്. സെബാസ്റ്റ്യൻ കുളത്തെങ്കിലും ജയിക്കണം. കഴിഞ്ഞ 5 വർഷക്കാലം അദ്ദേഹം ഇവിടുത്തെ MLA ആണ്. നാടിന് വേണ്ട പ്രളയകാലത്തൊക്കെ ഓടി നടന്ന് സാധാരണ ജനങ്ങളോടൊപ്പം നിന്ന ഒരു MLA ആണ്. അപ്പം അദ്ദേഹം ജയിക്കണം. പിന്നെ പൊതുവേ പറയുകയാണെങ്കിൽ LDFൻ്റെ കാലത്ത് കൊടുത്ത ഈ ക്ഷേമ പെൻഷന്, ഇപ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷന് ഒട്ടേറെ സാധാരണ ജനങ്ങൾക്ക് ഗുണം ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും LDF തന്നെ അധികാരത്തിൽ വരണമെന്നാണ് ആഗ്രഹം. ഇവിടെ കുളത്തെങ്കിലും ജയിക്കണം തന്നെ.
തെരഞ്ഞെടുപ്പിന് എന്താ പറയാ? സെബാസ്റ്റ്യൻ കുളത്തെങ്കിലേ ജയിക്കുള്ളൂ. ജയിക്കുള്ളൂ. പുള്ളി മുൻ MLA ആയിരുന്നു കഴിഞ്ഞ വർഷം 5 വർഷം. അതെ സാറേ ജയിക്കുള്ളൂ. പിസിയുടെ നല്ല പ്രവർത്തനങ്ങളുടെ കാഴ്ചവെച്ചു. മുൻ MLA ആണല്ലോ. മുൻ MLA കൂടെ. LDF ഒക്കെ എങ്ങോട്ടാവും? LDF ഉം UDF ഒക്കെ നല്ല കുഴപ്പമില്ല, എല്ലാം ഒരുമാതിരി കട്ടക്കട്ടയായി ഇങ്ങനെ പോകുന്നു. എൻ്റെ അഭിപ്രായത്തിൽ